കോൺഗ്രസ് രണ്ടു ചേരിയിലായി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് വഴിയൊരുങ്ങുന്നു. പാവറട്ടി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചാവക്കാട് താലൂക്ക് റൂറൽ ഹൗസിംഗ് സൊസൈറ്റി തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് രണ്ട് പാനലുകളിലായി മത്സരിക്കുമെന്ന് വ്യക്തമായി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ വീണ്ടും കോൺഗ്രസിലെ ഭിന്നത ചർച്ചയായിരുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരെ പങ്കെടുപ്പിച്ച് വിമത ഗ്രൂപ്പ് സഹകാരി സംഗമം നടത്തിയതോടെ കോൺഗ്രസ് രണ്ട് പാനലുകളിലായി മത്സരിക്കുമെന്ന് വ്യക്തമായി. 13 സ്ഥാനാർത്ഥികളെയും സഹകാരി സംഗമത്തിൽ തീരുമാനിച്ചു. ഈ മാസം 15-ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. കാലങ്ങളായി UDFന്റെ കുത്തകയായ ഹൗസിംഗ് സൊസൈറ്റിയുടെ തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസിന്റെ രണ്ട് പാനലുകൾ മത്സരിക്കുന്നത്. പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിലാണ് വിമത വിഭാഗം മത്സരത്തിനൊരുങ്ങുന്നത്. ഔദ്യോഗിക പക്ഷവും മുഴുവൻ സീറ്റിലും മത്സരിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. പാവറട്ടി സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലും ഇതേ രീതിയിൽ മത്സരം നടന്നെങ്കിലും ഔദ്യോഗിക പക്ഷം മുഴുവൻ പാനലുകളിലും മത്സരിച്ചിരുന്നില്ല. പക്ഷേ ഇക്കുറി നിലവിലെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഔദ്യോഗിക പക്ഷത്ത് മത്സരിക്കുമെന്നും സൂചനയുണ്ട്. നവംബർ 2-ന് പാവറട്ടി ജോളി വില്ലയിലാണ് തെരഞ്ഞെടുപ്പ്. ആകെ 1800 വോട്ടുകളാണ് ഉള്ളത്. സഹകാരി സംഗമം മുൻ മണ്ഡലം പ്രസിഡന്റ് AT ആൻഡോ ഉദ്ഘാടനം ചെയ്തു. സലാം വെന്മേനാട് അധ്യക്ഷനായി. മണ്ഡലം വൈസ് പ്രസിഡന്റ് KC അബ്ദുള്ള, ഭാരവാഹികളായ KD ജോസ്, ഡോക്ടർ അനീഷ് രാമചന്ദ്രൻ, KV മോഹൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ OJ ഷാജൻ, പഞ്ചായത്ത് മെമ്പർമാരായ ജോസഫ് ബെന്നി, ജെറോം ബാബു, TK സുബ്രഹ്മണ്യൻ, സുനിത രാജു, പ്രവാസി സഹകരണ സംഘം പ്രസിഡന്റ് MT അബൂബക്കർ, വൈസ് പ്രസിഡന്റ് MK അനിൽകുമാർ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മീര ജോസ്, മണ്ഡലം പ്രസിഡന്റ് ധന്യ ഡിബിൾ, മുൻ മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ സലീം, സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റുമാരായ AC വർഗീസ്, കമാലുദ്ദീൻ തോപ്പിൽ, ഡേവിസ് പുത്തൂർ, KC ഖാദർമോൻ തുടങ്ങിയവർ പങ്കെടുത്തു.